24 ബിസിനസ് കോൺക്ലേവ് തുടരുകയാണ്. ഇപ്പോൾ റെഡ് കാർപ്പറ്റിൽ മറ്റൊരു അതിഥി കൂടി എന്നോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ രാകേഷ് രവീന്ദ്രൻ, CMD സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 24 ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ ഒരു ഫീൽ എന്താണ്? കാരണം ഇവിടെ ഒരുപാട് പല സെക്ടേഴ്സിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, അവരുടെയൊക്കെ ബിസിനസ് ഐഡിയാസ് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ കൂടെ ചേർന്നിരിക്കുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോഴുള്ള എന്താണ് തോട്ട്സ്? അതിൽ ആക്ച്വലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിലറാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അത് എല്ലാവർക്കും, ഏത് കാറ്റഗറീസിലുള്ള ബിസിനസ് ആൾക്കാർക്കും അതിലേക്ക് പങ്കെടുക്കാൻ 24ൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹവും അഭിമാനവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനതിനെ കണക്കാക്കുന്നത്. അപ്പോൾ സ്വർണം വാങ്ങിക്കാനായിട്ട് ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ സ്വർണം ഈസി ആയിട്ട് ഫീസിബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുള്ളത്. അത് 24ൻ്റെ കൂടെ ഈ ഒരു ബിസിനസ് കോൺക്ലേവിൻ്റെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ ഏറെ സന്തോഷത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി, ഫിസിക്കലായും ഡിജിറ്റലായും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറി സെഗ്മെൻറ്റാണ്. ചെറുതും വലുതുമായിട്ടുള്ള ജ്വല്ലറി ഷോപ്പുകൾ, അതുപോലെ തന്നെ കൊമേഴ്സായിട്ട് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ. എന്താണ് ഇപ്പോൾ ഒരു 2025 ടു ഒരു 2047, ഒരു മോർ ദാൻ 20 ഇയേഴ്സ് ഉണ്ടെങ്കിലും നമ്മളൊരു 100 വർഷം പൂർത്തിയാവുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം. അപ്പോൾ ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറണം എന്നൊക്കെയാണ് നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയും. അപ്പോൾ ബിസിനസ്സിൽ ആസ് എ ബിസിനസ് പേഴ്സൺ ഉണ്ടാകുന്ന ചലഞ്ചസ് ഒക്കെ എന്താണ്? ചലഞ്ചസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ തന്നെയാണ് നമ്മുടെ ചലഞ്ചസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ പ്രതിസന്ധികളെയാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോസിബിലിറ്റീസായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നു, അതുപോലെ തന്നെ ഈ നോട്ടിൻ്റെ നിരോധനങ്ങൾ, എല്ലാ കാര്യങ്ങളും വന്നു. ഗോൾഡിൽ തന്നെ ഒരുപാട് ബില്ലിംഗ് സെഗ്മെൻറ്റ്, EV ബില്ല് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇതിനെല്ലാം പോസിബിലിറ്റീസായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് മാറാൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജനകീയമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ കൂടെ നമ്മളും കോർപ്പറേറ്റ് ആവുക. പ്രതിസന്ധികളെ, അത് ചലഞ്ചുകളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ തന്നെ പോസിബിലിറ്റീസ് ആയിട്ട് മാറ്റാം. That was nice. Thank you, sir. Thank you so much.